യെസ്. ഡോക്ടർ ജി വി ഹരി, ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇതര മതങ്ങളുടെ വേദിയിൽ ആ മതസമ്മേളനത്തിൽ വെച്ച് അവരുടെ ആചാര്യന്മാരെ അല്ലെങ്കിൽ അവരുടെ മത നേതാക്കന്മാരെ വിമർശിച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്താനുള്ള ചങ്കൂറ്റം പിണറായി കാണിക്കുമോ? ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടിയാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, അവർക്ക് വ്യക്തമായി അറിയാം എവിടെയാണ് ഈ ആയുധം എടുത്ത് പ്രയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു ശ്രീനാരായണ ഗുരു ദർശനം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ആ സന്യാസിമാർക്ക് ഒരുപക്ഷെ ജീവനിൽ കൊതിയുണ്ടാവും എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവരാണല്ലോ പിണറായിയെ തിരുത്തേണ്ടത്. ആ വേദിയിൽ വെച്ച് തന്നെ പിണറായിയോട് പറയാം, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങളതിനെക്കുറിച്ച് പഠിച്ചില്ല എന്ന് പറഞ്ഞ് തിരുത്തേണ്ടത് അത് അവരുടെ കടമയായിരുന്നില്ലേ? പക്ഷേ അവർ മിണ്ടാതിരുന്നു. ഇപ്പോഴും ഒരു പ്രസ്താവന, അതായത് പിണറായി പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രസ്താവന ഇതുവരെയായിട്ടും ശിവഗിരിയിൽ നിന്ന് വന്നിട്ടില്ല, അല്ലേ? അപ്പോൾ നോക്കൂ, എവിടെ എങ്ങനെ ഒക്കെ അബദ്ധജടിലമായിട്ടുള്ള പ്രസ്താവനകളിലൂടെ ഹിന്ദു സമൂഹത്തെ വഴിതെറ്റിക്കാം, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ എങ്ങനെ വേർതിരിക്കാം, എങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാക്കാം എന്ന് കൃത്യമായി പഠിച്ച് അത് അവിടെ ശിവഗിരി വേദിയിൽ തന്നെ പ്രയോഗിച്ചു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മതവിശ്വാസികളല്ല എന്നുള്ളത് നമുക്കറിയാം. മതമല്ല, ഈശ്വര വിശ്വാസികൾ, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. ദൈവമുണ്ട് എന്നവർ വിശ്വസിക്കുന്നില്ല. ദൈവത്തിലേക്ക് എത്താനുള്ള വിവിധങ്ങളായിട്ടുള്ള വഴികളാണ് മതങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. ഇതൊരു സ്വകാര്യമായ ഒരു കാര്യമാണ്. അതിനെ പലപ്പോഴും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെയൊക്കെയാണ് ഞാനടക്കമുള്ള ആളുകൾ എതിർക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട്. എന്താണ്, ആരാണ് ഹിന്ദു? ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ്. ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവായി എന്ന് ചോദിച്ചാൽ, എൻ്റെ മാതാപിതാക്കൾ ഹിന്ദുക്കളായിരുന്നു. അതുകൊണ്ട് അവരെന്നിലേക്ക് പകർന്നു തന്ന സംസ്കാരത്തിലൂടെ ഞാനും ഒരു ഹിന്ദുവായി. അപ്പോൾ ആരാണ് ഹിന്ദു? ന ഹിംസായതേ ഹിന്ദു, ന വാചാന മന ന കർമ്മ ഹിംസായതേ ഹിന്ദു എന്നാണ്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റൊരുത്തനെ ഹിംസിക്കാത്തവനെ ഹിന്ദു എന്ന് വിളിക്കുന്നു. അതൊരർത്ഥം. മറ്റർത്ഥങ്ങൾ വേറെ പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാം. പക്ഷേ ആ വ്യാഖ്യാനങ്ങളിൽ ഒക്കെ തന്നെ മനുഷ്യനെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സംസ്കാരത്തെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് നിർത്തുക എന്ന സങ്കല്പത്തിലേക്ക് വരിക. അപ്പോൾ ദൈവം എന്ന സങ്കല്പം എന്താണ്? നമ്മൾ ദൈവം എന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പല മതങ്ങൾ, ഇപ്പോൾ ഞാൻ പല മതങ്ങളെയും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഉള്ളൊരു ഫ്രീഡം, ഞാനിപ്പോൾ മറ്റു മതങ്ങൾ പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാളെന്നതിൽ പൂർണ്ണമായി പഠിക്കാൻ കഴിയില്ല, അത്രത്തോളം വാസ്റ്റായിട്ടുള്ളൊരു വിഷയമാണ് മതം എന്ന് പറയുന്നത്. ആ മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ, എല്ലാ മതങ്ങളെയും പഠിക്കാനും ശ്രമിച്ചിട്ടില്ല. ഹിന്ദു മതത്തെ പോലെ തന്നെ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും അതോടൊപ്പം തന്നെ ബുദ്ധമതം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു മതമാണ്, മതത്തെയും ഒക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു സത്ത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. അതിനകത്ത് വ്യത്യസ്തമായ വഴികളിലൂടെ പോകുന്നു. ഇതിൽ ബാക്കിയുള്ള മതങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഹിന്ദു മതത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് നമുക്കുള്ളൊരു ഫ്രീഡം ഓഫ് ബിലീഫാണ്. ഈ 33 കോടി ദൈവങ്ങളെ നമുക്ക് ആരാധിക്കാം. അതിൽ പാമ്പുണ്ട്, എലിയുണ്ട്, അങ്ങനെയുള്ള സകലമാന, അത് മനുഷ്യൻ മാത്രമല്ല, ഈ 33 കോടി ദൈവങ്ങളെയും ആരാധിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഹിന്ദുമതം മനുഷ്യർക്ക് നൽകുന്നു, അല്ലെങ്കിൽ ആ വിശ്വാസികൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റു മതങ്ങൾ അങ്ങനെയല്ല. ഈ മതങ്ങൾക്കെല്ലാം ഒരു ഏക ദൈവത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആ ദൈവത്തിന് രൂപമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിലേക്ക് മാത്രമായി ചുരുങ്ങുമ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഒരു വലിയ വിശാലത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാവർക്കും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വിശ്വസിക്കാം. അതാണ് ഇന്ന് ബഹുമാനായ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. എനിക്ക് ഷർട്ട് ഇട്ടുകൊണ്ടും പോകാം, ഷർട്ട് ഇടാതെയും പോകാം. അതിനുള്ള സ്വാതന്ത്ര്യം ആ മതം നൽകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഷർട്ട് ഇടാൻ പാടില്ലാത്തടത്ത് ഞാൻ ഷർട്ട് ഇട്ടോണ്ടേ പോകൂ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ശബരിമല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയാൻ കഴിയില്ല. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്, പക്ഷേ ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. അപ്പം ഞാൻ മാസത്തിലൊരിക്കൽ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്കറിയാവുന്നതുപോലെ അവിടെ നമുക്ക് വസ്ത്രം അല്ലെങ്കിൽ മേൽവസ്ത്രങ്ങൾ ധരിച്ച് പുരുഷന്മാർക്ക് പ്രവേശനമില്ല.
അപ്പോൾ അവിടെ അത് സൗകര്യമുള്ളവർ പോയാൽ മതി, നിങ്ങളെ ആരും നിർബന്ധിച്ച് കൊണ്ടുപോകുന്നില്ല. ഇന്നിപ്പോൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വന്നാൽ മതി എന്ന് ആരും നമ്മളോട് പറയുന്നില്ല. എടാ, നിനക്ക് അവിടെ പോകണമെങ്കിൽ നിനക്കുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ അവിടെ പോകുന്നതെങ്കിൽ ആ വിശ്വാസം അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാൻ നീ ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ പോണ്ട. അതൊക്കെ ദേവപ്രശ്നം വെച്ചല്ലേ അങ്ങനെ തീരുമാനം. നമുക്കറിയാലോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചൂരിദാർ ഇട്ടുകൊണ്ടുള്ള പ്രവേശനം അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ എടുത്തു കളഞ്ഞത് അങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ടവരെ, അത് പിണറായിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെയോ ഒക്കെ വിളിച്ച് ഇരുത്തി പിന്നെ കവടി നിർത്തിയൊന്നും അല്ലല്ലോ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ചു, ദേവഹിതമനുസരിച്ച് ദേവപ്രശ്നം വെച്ച് നോക്കി, ഓക്കെ തീരുമാനമെടുത്തു. അതെ, അതിനകത്തൊരു തെറ്റുമില്ല. അതിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് കാര്യം? തന്നെയാണ് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ചോദിച്ചത്. അതെ, ഞാനത് പറയാൻ അത് എൻ്റെ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഓരോ മേഖലയിലും അതിൽ പാണ്ഡിത്യവും അറിവും എക്സ്പീരിയൻസുമുള്ള ആളുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടത്തിലാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ എന്നല്ല എഴുതിയിരിക്കുന്നത്. ഡോക്ടറിനോടൊപ്പം അതിൻ്റെ താഴെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ? ഒന്നിൽ എൻഡോക്രൈനോളജിസ്റ്റ്, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ്, അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റ്, അങ്ങനെയാണ് ആണല്ലോ. എന്തിനാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? വൈദഗ്ധ്യം എന്നൊരു സാധനമുണ്ട് അല്ലേ? അതിന് പകരം അവിടെയുള്ള നഴ്സിനെ കാണിച്ചിട്ട് വന്നാൽ മതിയോ? പോരാ. അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനെ കാണിച്ചിട്ട് വന്നാൽ മതിയോ? പോരാ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പാണ്ഡിത്യമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സ്നേഹിതൻ, അദ്ദേഹം ഈ വിഷയവുമായി ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഹിന്ദു മതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് വിദ്യാസാഗർ ഗുരുമൂർത്തി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നേരിട്ട് കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം ഗുരുമൂർത്തിയുടെ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ വലിയ പാണ്ഡിത്യമുണ്ട്. എന്നോടത് ചോദിച്ചാൽ മതി. പക്ഷേ എന്നോട് സമൂഹശാസ്ത്രത്തെക്കുറിച്ച് ചോദിച്ചു നോക്കൂ. ഞാൻ പഠിപ്പിക്കുന്ന വിഷയം സമൂഹശാസ്ത്രമാണ്. എനിക്ക് അതിനകത്ത് ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. എനിക്ക് എൻ്റെ വിഷയത്തിൽ വളരെ കൃത്യമായ ധാരണയുണ്ട്. അതിപ്പോൾ അതിലാണ് ആരോടും സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. ആ വിഷയത്തിൽ സമൂഹശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തിൽ, സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൽ, അതിൽ ഏത് ടോപ്പിക്കിലാണെങ്കിലും സംവദിക്കാൻ എനിക്ക് കഴിയും. കാരണം ബിക്കോസ് ഐ ആം ഹാവിങ് എ ഡോക്ടറേറ്റ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്റ്റ്. അതുപോലെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവഹിതം എന്നൊരു സാധനമുണ്ട്. അത് പറയാൻ കഴിയുന്നത് ഉള്ള ആളുകളെ നമ്മൾ ഇത് വിളിക്കുന്ന ആളുകൾ എന്താണ്? ദൈവജ്ഞർ എന്നാണ് വിളിക്കുക. ആ ദൈവജ്ഞരെ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലങ്ങളും ഭാവി കാലങ്ങളും ഒക്കെ പ്രവചിക്കാൻ കഴിയുന്ന ദിവ്യദൃഷ്ടിയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. ഇനി ഇവിടെ എന്തൊരു റോക്കറ്റ് വിടുന്നു. ഈ റോക്കറ്റ് വിടുമ്പോൾ നമ്മൾ ആരെയാണ് വിളിക്കുക? സയൻറ്റിസ്റ്റിനെയാണ് വിളിക്കുക അല്ലേ? ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ വിളിക്കുന്നു. അതെന്താ? നമുക്ക് അപ്പുറത്തൊരു ഡോക്ടർ എന്താ വിളിച്ചുകൊണ്ടാത്തത്? അതിനകത്ത് അവർക്ക് എക്സ്പെർട്ടൈസ് ഇല്ല, സ്പെഷ്യലൈസ്ഡ് അല്ല അവർ. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ആര് കയറണം? അതിന് പിണറായി വിജയൻ അല്ല തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കാര്യങ്ങൾ, പൊതുജനങ്ങളുടെ സാമൂഹികപരമായ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ റിയാസ് അല്ലത് ചെയ്യാൻ. അത് മാത്രമല്ല, ഈ അവിശ്വാസികൾക്ക് എന്ത് കാര്യം എന്നുള്ളതാണ്. അല്ല പോട്ടെ, അതല്ല അതിലേക്ക് ഞാൻ അതിലേക്ക് എത്തുന്നത്. അത് പറഞ്ഞുകൊണ്ടല്ല ഞാൻ തുടങ്ങിയത്. അപ്പം ഇതിനകത്ത് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നുണ്ട് ആണല്ലോ. അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ദൈവമില്ല, ഞങ്ങൾ ദൈവവിശ്വാസമല്ല, ഞങ്ങളുടെ ആകപ്പാടുള്ള ദൈവം എന്ന് പറയുന്നത് കാർൽ മാർക്സ് ആണ്, അയാളാണ് നമ്മുടെ മുത്തപ്പൻ എന്നതിലാണ്. കാർൽ മാർക്സ് മുത്തപ്പനാണ് ഞങ്ങളുടെ ആളെന്ന് പറയുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. ഞങ്ങൾ ഗുരുവായൂർ പോവും, ഞങ്ങൾ മൂകാംബികയിൽ പോവും, ഞങ്ങൾ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോവും, ഞങ്ങൾ ആറ്റുകാല പൊങ്കല ഇടും. ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾക്ക് കമ്മ്യൂണിസം എന്നുള്ള ആശയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാലഹരണപ്പെട്ടു പോയ ഒരു സംവിധാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അതിനകത്ത് യുക്തിയില്ല. അത് മാർക്സിന് പോലും വിശ്വാസമില്ല, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യം. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു വയറ്റിപ്പിഴപ്പിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില ആളുകൾ ചില പ്രസ്താവനകളുമായി വരുന്നതിനെയാണ് ഞങ്ങളൊക്കെ വിമർശിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് കേരള സമൂഹത്തിൻ്റെ വിശ്വാസത്തെ തല്ലിക്കെടുത്താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വരേണ്ട കാര്യമില്ല. അതിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹിന്ദുവിനെ കുറിച്ച് പറയാൻ BJPക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അവകാശമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഹിന്ദുക്കൾ പറയട്ടെ. ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ഇസ്ലാം വിശ്വാസികൾ പറയട്ടെ. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് അനിലിനറിയാമല്ലോ, ഇവിടെ NRC നടപ്പാക്കിയപ്പോൾ 18 ജമാഅത്തുകളിൽ പോയി പ്രസംഗിച്ച ആളാണ് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തെ അമരവളപ്പള്ളിയിൽ ക്രിസ്മസിൻ്റെ ഫെസ്റ്റിന് 1 ലക്ഷം പേരാണ് ഒരു ദിവസം പങ്കെടുക്കുന്നത്. 1 ലക്ഷം, അങ്ങനെ ഒരാഴ്ചക്കാലം പങ്കെടുക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനം നമ്മുടെ ബിഷപ്പായിരുന്നു ഉദ്ഘാടനം. ഞാൻ അതിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുഖ്യ പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ ഇവിടെ ഈ 3 സ്ഥലത്ത് പോകുന്ന ആളാണ്. പക്ഷേ എനിക്കെൻ്റെ വിശ്വാസം ഉണ്ടെന്നേ. എൻ്റെ വിശ്വാസങ്ങളെ ഹനിക്കാൻ ഞാൻ ഇവിടെ നിന്ന് തേങ്ങ എടുത്ത് തിരുവനന്തപുരത്ത് ഇവിടെ ഞാൻ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പഴവങ്ങാടി ചെന്ന് തേങ്ങ അടിച്ചിട്ട് പോകും. എന്നോട് തേങ്ങ അടിക്കരുത് എന്ന് പറയാൻ ആരാ അവിടെ ധൈര്യമുള്ളത്?
ഇനി ഇതേപോലെ ഒരു ഹിന്ദുവിനോട് പറയുമ്പോൾ, അതാണ് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ചോദിച്ചത്, ഈ ബാക്കിയുള്ള മതകാര്യങ്ങളിൽ നിങ്ങളുടെ ഇടപെടൽ എന്താ ഉണ്ടാവുക? അതെ, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന മതവിശ്വാസിയുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഈ അഭിപ്രായം പറയുന്നു, നിങ്ങൾ ഹിന്ദു ആണ് എന്ന വിശ്വാസത്തിലായിരിക്കും ഒരുപക്ഷെ നിങ്ങളത് പറയുന്നതെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആചാരപരമായ കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാൻ ഒരു രാഷ്ട്രീയക്കാരനും അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്കടക്കം, ഞാനടക്കമുള്ള രാഷ്ട്രീയക്കാരല്ല ഇതിനകത്ത് അഭിപ്രായം പറയണം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഗുരുവായൂരിൽ ചുരിദാറിട്ട് കയറണോ വേണ്ടെന്നത് ദൈവഹിതം അറിയണം. അവിടെ ആ ദൈവഹിതം പറയാൻ കഴിയുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ന്യൂറോളജി, തലച്ചോറ് തുറന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ ഭഗവാനിൽ എന്താണ് ഭഗവാന്റെ ഇച്ഛ എന്ന് പറയാൻ കഴിയുന്ന ദൈവജ്ഞരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനകത്ത് അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് എന്താണ്? അതാണ് ഞാൻ ഒരു കാര്യം. അതിനകത്ത് വൈരുദ്ധ്യം എന്താണ്? ഇതേ ആളുകൾ പറഞ്ഞിട്ട് പശുവിനെ വളർത്തുന്ന ആളുകളാണ് ഇതൊക്കെ പറയാൻ പോകുന്നത്. വീട്ടിൽ പശുവിനെ വളർത്തുന്ന ആളുകളെ ഈ ആളുകൾ പറയുന്നത് കേട്ടിട്ട് അവരാണ് ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, 2 വോട്ടിന് വേണ്ടി, 4 വോട്ടിന് വേണ്ടി എങ്ങനെയും ഈ പറയുന്ന സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പരമപുച്ഛം മാത്രമേ ഉള്ളൂ ഞങ്ങൾ.